നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പിന്നോക്ക വിഭാഗക്കാരുടെ ആനുകൂല്യങ്ങൾ കേരള സർക്കാർ കവർന്നെടുക്കുന്നു എന്ന ആരോപണം തീരെ കഴമ്പില്ലാത്തതെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടതെല്ലാം പിടിച്ചുവെക്കുന്നത് കേരളത്തിന്റെ സേവന മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെന്നും MLA. സംസ്ഥാനത്തെ പൊതുവിതരണ മേഖല കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ വിവിധോദ്ദേശ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് A. പ്രഭാകരൻ MLA. ശക്തമായ ഭക്ഷ്യസുരക്ഷ കൊണ്ടുവന്നത് ഇടതു സർക്കാരെന്നും A. പ്രഭാകരൻ. ഓങ്ങല്ലൂർ മഞ്ഞളിങ്കൽ തളി മഹാദേവ ക്ഷേത്രം ദേശീയ സ്മാരകമാകുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനമിറക്കി. ആർക്കിയോളജിക്കൽ വിഭാഗം അധികൃതർ ക്ഷേത്രം സന്ദർശിച്ചു. രാജ്യാന്തര അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും. ആറ്റൂരിൽ വൻ തീപിടുത്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ വളവിൽ പൂട്ടിക്കിടക്കുന്ന ക്വാറിയിലെ വലിയ ഷെഡിലാണ് തീപിടിച്ചത്. ജൽജീവൻ പദ്ധതിക്കായി സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ കത്തിയമർന്നു. വ്യാപകമായ പുകയെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം. അഗ്നിശമന സേനയിലെ 3 യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക്. 13 സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നിലവിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ. ഷൊർണൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കൊച്ചിൻ പാലത്തിന് സമീപം 70 വയസ്സ് തോന്നിക്കുന്ന വയോധികന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. പിന്നോക്ക വിഭാഗക്കാരുടെ ആനുകൂല്യങ്ങൾ കേരള സർക്കാർ കവർന്നെടുക്കുന്നു എന്ന ആരോപണം തീരെ കഴമ്പില്ലാത്തതാണെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA. കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടതെല്ലാം പിടിച്ചുവെക്കുന്നത് കേരളത്തിൻ്റെ സേവന മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെന്നും MLA പറഞ്ഞു. പട്ടികജാതി ഉദ്യോഗാർത്ഥികൾക്കുള്ള തൊഴിൽ പരിശീലനവും തൊഴിൽ ലഭ്യമാക്കൽ പദ്ധതിയും പാലക്കാട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശാന്തകുമാരി MLA. പിന്നോക്ക ദളിത് യുവതി യുവാക്കളുടെ സ്വയം പര്യാപ്തതയ്ക്കായി സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. ഏതൊക്കെ വിധത്തിൽ എവിടെയെല്ലാം തൊഴിൽ കിട്ടുമെന്നും യോഗ്യത എന്തെന്നും തിരിച്ചറിഞ്ഞാണ് സർക്കാർ പാഠ്യപദ്ധതിയും പരിശീലനവും നടപ്പിലാക്കിയത്. സർക്കാരിന്റെ ഇടപെടൽ മൂലം ഒട്ടനവധി സ്വകാര്യ കമ്പനികൾ അവസരം നൽകുന്നുണ്ട്. എന്നാൽ ദളിത് പിന്നോക്ക വിഭാഗങ്ങളുടെ ഗ്രാന്റ് ഉൾപ്പെടെ അവകാശങ്ങൾ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്നും MLA പറഞ്ഞു. ഓരോ വർഷവും കഴിയുമ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായാലും സർക്കാർ സംവിധാനങ്ങളായാലും പദ്ധതി നിർവഹണത്തിൻ്റെ കാര്യക്ഷമതയെ സംബന്ധിച്ച് ഗൗരവമായ ചർച്ച എല്ലാ പദ്ധതികളും ഉണ്ടാവാറുണ്ട്. SCP TSP മാത്രമല്ല, പൊതുവെ ഉണ്ടാവാറുണ്ട്. എന്നാൽ കുറേ കൂടി വൈകാരികമായിട്ടും അല്ലെങ്കിൽ സെൻസേഷനായി കൈകാര്യം ചെയ്യുന്ന മേഖലയാണ് പട്ടികജാതി പട്ടികവർഗ മേഖല എന്ന് പറയുന്നത്. ജില്ലാ പഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N. സരിത അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ SB രാജു, രത്നകുമാരി, AK ഷീലാദേവി, പരിശീലനം നൽകിയ NTTF പ്രിൻസിപ്പൽ VM സരസ്വതി, പട്ടികവർഗ വികസന ഓഫീസർ M. ഷമീന, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M. രാമൻകുട്ടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ പൊതുവിതരണ മേഖല കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ വിവിധോദ്ദേശ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് A. പ്രഭാകരൻ MLA. ശക്തമായ ഭക്ഷ്യസുരക്ഷ കൊണ്ടുവന്നത് ഇടതു സർക്കാരാണെന്നും MLA പറഞ്ഞു. ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ കുടുംബസഹായ ഫണ്ട് വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ പൊതുവിതരണ ഭക്ഷ്യസുരക്ഷയെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലെല്ലാം സർക്കാർ ശക്തിപ്പെടുത്തും. കോവിഡ് കാലത്തും പ്രളയകാലത്തും സർക്കാർ നയം എന്തെന്ന് റേഷൻ വ്യാപാരികളിലൂടെ സമൂഹം തിരിച്ചറിഞ്ഞു. കേരള സർക്കാർ ആവശ്യപ്പെടുന്ന 1/3 പോലും കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നില്ലെന്നത് കേരളത്തിന്റെ ഭക്ഷ്യസുരക്ഷാ മേഖലയെയും ബാധിച്ചിട്ടുണ്ട്. കമ്മീഷൻ ഉൾപ്പെടെ മറ്റ് ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന റേഷൻ വ്യാപാരികളുടെ ആവശ്യം ന്യായമാണ്. സഹപ്രവർത്തകരോടും കുടുംബത്തോടും കരുണയും സംരക്ഷണവും കാണിക്കണമെന്നും സംഘടനാ പ്രവർത്തനം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും MLA A. പ്രഭാകരൻ പറഞ്ഞു. എന്നാൽ റേഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേരളത്തിൽ അവർ അടക്കിയ ആ പൈസ അവരുടെ ഓഫീസ് ചെലവിന് വേണ്ടി വിനിയോഗിക്കുക എന്നല്ലാതെ 10 പൈസ നേട്ടം ഒരാൾക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ധനകാര്യമന്ത്രിയുടെ മറുപടി പ്രസംഗത്തിൽ 1 കോടി രൂപ അതിലിപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്ക് വരുമ്പോൾ കയ്യെഴുത്തിന് പോലുമില്ല. 10 വഴി കരാറിൽ ഞാൻ ചർച്ച ചെയ്തതിന് ശേഷം മന്ത്രി മറുപടി പറയുമ്പോൾ 1 കോടി രൂപ നിങ്ങൾക്ക് ഇപ്പം അതിലേക്ക് തന്നിട്ടുണ്ട് എന്ന മറുപടി പറഞ്ഞു പറയുമ്പോൾ ആകെ എന്താ പറയുക കാറ്റ് പോയ വെല്ലുവിളി പോലെ അതിന് ഇരിക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാൻ അന്ന് കൂടെ 10 പൈസ ഇല്ലാതിരുന്നത് ആ പ്രസംഗത്തിന് വേണ്ടിയിട്ട് അതിനൊരു 1 കോടി രൂപ അനുവദിക്കുക പ്രഭാകരന്റെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് അത് ശരിയാണ്, വിട്ടുപോയതാണ്, അത് കൊടുക്കാവുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചതിനൊരു സന്തോഷം പ്രകടിപ്പിക്കുന്നത്. AKRRDA ജില്ലാ പ്രസിഡന്റ് T. മൊയ്തുട്ടി അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ ധനസഹായം വിതരണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി, സംസ്ഥാന ട്രഷറർ എൻ മുഹമ്മദ് അലി, AS ബീന, AKRRDA സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ മോഹനൻ പിള്ള, B ഉണ്ണികൃഷ്ണൻ പിള്ള, PD പോൾ, S ഗണേശൻ, E ശ്രീജൻ, A കൃഷ്ണൻ, R സതീഷ്, PS സേതുരാജ്, M സിറാജുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളിങ്കൽ തളി മഹാദേവ ക്ഷേത്രം ദേശീയ സ്മാരകമാകുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനമിറക്കി. രാജ്യാന്തര അംഗീകാരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും. ഈ കാണുന്ന ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ മഞ്ഞളിങ്കൽ തളി മഹാദേവ ക്ഷേത്രം ഇന്ന് അംഗീകാരത്തിൻ്റെ നെറുകയിലാണ്. ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ചാണ് കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം അന്തിമ വിജ്ഞാപനമിറക്കിയത്. ജൂലൈയിൽ ഇത് സംബന്ധിച്ച് കരട് വിജ്ഞാപനമിറക്കിയിരുന്നു. 2026 ജനുവരി 30 കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ക്ഷേത്രം ദേശീയ പ്രാധാന്യമുള്ള സാംസ്കാരികമായി പ്രഖ്യാപിച്ചിട്ടുള്ള അന്തിമ വിജ്ഞാപനമിറക്കിയത്. പുരാതന സ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് 1958 നിയമപ്രകാരമാണ് വിജ്ഞാപനം. ക്ഷേത്രത്തിന് രാജ്യാന്തര അംഗീകാരം കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും ഓങ്ങല്ലൂർ ഗ്രാമവും. ക്ഷേത്രത്തിൻ്റെ ചരിത്ര പ്രാധാന്യവും കാലപ്പഴക്കവും അപൂർവ കൊത്തുപണികളുമെല്ലാം കണക്കിലെടുത്ത് ക്ഷേത്രം സംരക്ഷിക്കപ്പെടണമെന്ന ക്ഷേത്ര കമ്മിറ്റിയുടെയും ട്രസ്റ്റി ബോർഡിൻ്റെയും ആവശ്യപ്രകാരമാണ് നടപടി. ക്ഷേത്രത്തിലെത്തിയ ആർക്കിയോളജിക്കൽ സംഘം ക്ഷേത്രം ഏറ്റെടുത്തതായുള്ള ഉത്തരവ് ക്ഷേത്ര കമ്മിറ്റിക്ക് കൈമാറിക്കഴിഞ്ഞു. ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സൗത്ത് സോൺ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ നവരത്ന കുമാർ പടക്ക്, കേരള സൂപ്രണ്ട് വിജയൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള 12 അംഗ സംഘമാണ് ക്ഷേത്രം സന്ദർശിച്ചത്. ക്ഷേത്രത്തിൻ്റെ അറ്റകുറ്റപ്പണികളും ക്ഷേത്രത്തിൻ്റെ അതിർത്തി സംരക്ഷണവും ആദ്യഘട്ടമായി ഏറ്റെടുത്ത് നടത്തുമെന്ന് സംഘം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളെ അറിയിച്ചു കഴിഞ്ഞു. തൃശൂർ ആർക്കിയോളജിക്കൽ ഓഫീസിൽ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെയും ക്ഷേത്ര ട്രസ്റ്റി ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും യോഗം ചേരും. നിലവിൽ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ് ക്ഷേത്രം. ആർക്കിയോളജിക്കൽ വകുപ്പിന് കീഴിൽ വരുന്നതോടെ ക്ഷേത്രം സംരക്ഷിക്കപ്പെടുമെന്നും വലിയ പുരോഗതി ഉണ്ടാകുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്ര കമ്മിറ്റിയും ട്രസ്റ്റി ബോർഡും ഭക്തജനങ്ങളും പറയുന്നു. 2000 അടുത്ത് പഴക്കണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓരോരുത്തർ പറയപ്പെടുന്ന വിവരങ്ങളാണ്. 2000 അടുത്ത് ഉണ്ടാവുമെന്നാണ് ഏകദേശം ആർക്കിയോളജി ഒന്ന് നോക്കുമ്പോൾ കണ്ടത്. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്, ഏറ്റെടുത്ത പോലെയാണ്. അപ്പോൾ ഏകദേശം ഇത് റെഡിയായി കഴിഞ്ഞാൽ അമ്പലം ഇതിന് നല്ലൊരു പുരോഗതി ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആണ്ടലാടിമന കിരാതമൂർത്തി നമ്പൂതിരിപ്പാടാണ് ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ്. താമാനൂർ മന വാസുദേവൻ നമ്പൂതിരിയാണ് ട്രസ്റ്റി ചെയർമാൻ. പ്രദേശത്തെ 7 മനകളിലെ അംഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ട്രസ്റ്റി ബോർഡ്. കാലടി പടിഞ്ഞാറേടത്ത് മന ശങ്കരനുണ്ണി നമ്പൂതിരിയാണ് ക്ഷേത്രം തന്ത്രി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് അണ്ടലാടിമന കിരാതമൂർത്തി നമ്പൂതിരിപ്പാട്, വർക്കിംഗ് പ്രസിഡന്റ് VC കൃഷ്ണകുമാർ, ഭാരവാഹികളായ V മാധവൻ നായർ, V മണികണ്ഠൻ അണ്ടലാടി, TC കൃഷ്ണൻകുട്ടി എന്നിവരുമായി ഡോക്ടർ നവരത്ന കുമാർ പടക്ക്, വിജയൻ നായർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ആർക്കിയോളജിക്കൽ സംഘമാണ് പരിശോധന നടത്തിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. 13 സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നിലവിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിലാണ്. മാടായിക്കോണം മാപ്രാണം സൗത്ത്, മാപ്രാണം നോർത്ത്, തളിയക്കോണം പൊറത്തിശ്ശേരി, മൂർക്കനാട് എന്നീ 6 ഡിവിഷനിലും 2 വനിതാ സംവരണം, 1 പട്ടികജാതി സംവരണം, 40 വയസ്സിന് താഴെയുള്ള 1 വനിത, 40 വയസ്സിന് താഴെയുള്ള ജനറൽ, 1 നിക്ഷേപകൻ എന്നിങ്ങനെയാണ് 13 ഡയറക്ടർമാരെ തിരഞ്ഞെടുക്കേണ്ടത്. രാവിലെ 11 മണിക്ക് CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ, TK ജയാനന്ദൻ എന്നിവരോടൊപ്പം 13 പേരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആറ്റൂരിൽ വൻ തീപിടുത്തം. വാഴക്കാട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ വളവിലെ പൂട്ടിക്കിടക്കുന്ന ക്വാറിയിൽ വലിയ ഷെഡിലാണ് തീപിടിച്ചത്. ജൽജീവൻ പദ്ധതിക്കായി സൂക്ഷിച്ച ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ കത്തിയമർന്നു. വ്യാപകമായ പുകയെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്ന് വന്ന 2 യൂണിറ്റും ഷൊർണൂരിൽ നിന്ന് വന്ന 1 യൂണിറ്റും ഫയർഫോഴ്സും എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വെള്ളിയാഴ്ച ഉച്ചയോടെയാണ് തീപിടുത്തമുണ്ടായത്. മുള്ളൂർക്കര പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിക്കായി പ്രവർത്തനരഹിതമായ കോറിയിൽ സംഭരിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പ്ലാസ്റ്റിക് പൈപ്പുകളാണ് തീയിൽ കത്തിയമർന്നത്. പ്ലാസ്റ്റിക് കത്തിയുണ്ടായ രൂക്ഷമായ കറുത്ത പുക പ്രദേശത്ത് പടർന്നതോടെ പലർക്കും ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. പുക കാരണം വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നുള്ള 2 യൂണിറ്റുകളും ഷൊർണൂരിൽ നിന്നുള്ള 1 യൂണിറ്റും ഉൾപ്പെടെ 3 അഗ്നിശമന സേന യൂണിറ്റുകൾ സ്ഥലത്തെത്തി.
ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ വയോധികന്റെ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം നമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡരികിലാണ് മൃതദേഹം കണ്ടത്. ഏതാണ്ട് 70 വയസ്സ് തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഏതാണ്ട് 70 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷൻ്റേതാണ് മൃതദേഹം. മരിച്ചയാളെ ഇന്ന് രാവിലെ ഏതാണ്ട് 9 മണി വരെ ജീവനോടെ കണ്ടവരുണ്ടെന്നാണ് വിവരം. ഷൊർണൂർ സബ് ഇൻസ്പെക്ടർ അശ്വിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. മരിച്ചയാളുടെ ബന്ധുക്കൾക്കായുള്ള അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ജനവിരുദ്ധ കേരള വിരുദ്ധ കേന്ദ്ര സർക്കാർ ബജറ്റിനെതിരെ കേരള പ്രവാസി സംഘം ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPIM ഏരിയ സെക്രട്ടറി S. കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. BJPയുടെ ജനവിരുദ്ധമായിട്ടുള്ള നയങ്ങൾക്കെതിരെ സന്ധിയില്ലാത്ത സമരങ്ങൾ നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് അതിൻ്റെ ഭാഗമായി തൊഴിലാളികളും കർഷകരും അതുപോലെ പ്രവാസി സമൂഹവും എല്ലാം ഈ ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധമായ സമീപനത്തിനെതിരെ ശക്തമായ സമരങ്ങളും ക്യാമ്പയിനുകളുമായിട്ട് മുന്നോട്ട് വന്നു. ഇങ്ങനെ മുന്നോട്ട് വന്നതിൻ്റെയൊക്കെ അടിസ്ഥാന ഘടകമെന്ന് പറയുന്നത് അന്ന് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പാർലമെൻറ്റിനകത്തും പുറത്തും നടത്തിയിട്ടുള്ള പോരാട്ടമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 2024 മുമ്പ് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് 2019 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്ത് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഒന്നിച്ചിരുന്നില്ല. ഏരിയ പ്രസിഡന്റ് AP അഷറഫ് അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി C. മുകുന്ദൻ, ജില്ലാ ട്രഷറർ K. നന്ദിനി മേനോൻ, ജില്ലാ കമ്മിറ്റി അംഗം KS. മുഹമ്മദ് ബഷീർ, ഏരിയ ട്രഷറർ M. ജയകുമാർ എന്നിവർ സംസാരിച്ചു. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ 94-ാം വാർഷികം യാത്രയയപ്പും വെള്ളിയാഴ്ച നടന്നു. ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ P. നിർമ്മല വാർഷികം ഉദ്ഘാടനം ചെയ്തു. സ്കോളർഷിപ്പ് വിതരണവും കലാപരിപാടികളും ഉണ്ടായിരുന്നു. രാവിലെ സ്കൂൾ അങ്കണത്തിൽ പതാക ഉയർത്തിയതോടെയാണ് ഷൊർണൂർ KVR ഹൈസ്കൂളിന്റെ 94-ാം വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചത്. തുടർന്ന് വാർഷികാഘോഷം ഷൊർണൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P. നിർമ്മല ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ കാലഘട്ടത്തിൽ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ വിദ്യാഭ്യാസ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ അവരെ രൂപപ്പെടുത്തി അവരുടെ സ്വഭാവ രൂപീകരണം നടത്തപ്പെടുന്നത് അധ്യാപകരിലൂടെയാണ്. വളരെ കാലത്തെ പരിശ്രമത്തിന്റെ ഫലമായാണ് ഓരോ കുട്ടികളും ഒരു നല്ല പൗരനായി സ്കൂളിൽ നിന്നും പടിയിറങ്ങുന്നത്. 94 വർഷത്തെ പാരമ്പര്യമുള്ള KVR ഹൈസ്കൂൾ എന്നത് വളരെയധികം നമുക്ക് ഒരു അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് ഗോപകുമാർ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ HM SP രാമപ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ അനുരാജ് മുഖ്യപ്രഭാഷണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സിനി മനോജ്, വാർഡ് കൗൺസിലർ VK ശ്രീകൃഷ്ണൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. MPTA പ്രസിഡന്റ് അജിത വിനോദ്, സ്കൂൾ മാനേജർ KR മോഹൻദാസ്, സ്കൂൾ ലീഡർ വിഷ്ണു, സ്റ്റാഫ് സെക്രട്ടറി E. രഞ്ജിത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് സ്കോളർഷിപ്പ് വിതരണം മാനേജർ KR മോഹൻദാസ് അടക്കമുള്ളവർ വിതരണം ചെയ്തു. ചടങ്ങിൽ ജനപ്രതിനിധികളായ അഡ്വക്കേറ്റ് P. നിർമ്മല, അനുരാജ്, സിനി മനോജ്, VK ശ്രീകൃഷ്ണൻ എന്നിവർക്ക് സ്കൂളിന്റെ ആദരവും ഉണ്ടായിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാണികുളം പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കട്ടിലുകൾ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശ്രീജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് K. കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MM അബ്ദുൾ സലാം, A. സംഗീത, M. ലക്ഷ്മി, ICDS സൂപ്പർവൈസർ ഖയാന ബോങ്സ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിന്നോക്ക വിഭാഗക്കാരുടെ ആനുകൂല്യങ്ങൾ കേരള സർക്കാർ കവർന്നെടുക്കുന്നു എന്ന ആരോപണം തീരെ കഴമ്പില്ലാത്തതെന്ന് അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA.
കേന്ദ്ര സർക്കാർ അവകാശപ്പെട്ടതെല്ലാം പിടിച്ചുവെക്കുന്നത് കേരളത്തിൻ്റെ സേവന മേഖലയെ ഗുരുതര പ്രതിസന്ധിയിലാക്കിയെന്നും MLA. സംസ്ഥാനത്തെ പൊതുവിതരണ മേഖല കാലഘട്ടം ആവശ്യപ്പെടുന്ന തരത്തിൽ വിവിധോദ്ദേശ കേന്ദ്രങ്ങളായി മാറുകയാണെന്ന് A. പ്രഭാകരൻ MLA. ശക്തമായ ഭക്ഷ്യസുരക്ഷ കൊണ്ടുവന്നത് ഇടതു സർക്കാരെന്നും A. പ്രഭാകരൻ. ഓങ്ങല്ലൂർ മഞ്ഞളിങ്കൽ തളി മഹാദേവ ക്ഷേത്രം ദേശീയ സ്മാരകമാകുന്നു. കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയം ദേശീയ പ്രാധാന്യമുള്ള സ്മാരകമായി പ്രഖ്യാപിച്ച് അന്തിമ വിജ്ഞാപനമിറക്കി. ആർക്കിയോളജിക്കൽ വിഭാഗം അധികൃതർ ക്ഷേത്രം സന്ദർശിച്ചു. രാജ്യാന്തര അംഗീകാരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും. ആറ്റൂരിൽ വൻ തീപിടുത്തം. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ വളവിൽ പൂട്ടിക്കിടക്കുന്ന ക്വാറിയിലെ വലിയ ഷെഡിലാണ് തീപിടിച്ചത്. ജൽജീവൻ പദ്ധതിക്കായി സൂക്ഷിച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പൈപ്പുകൾ കത്തിയമർന്നു. വ്യാപകമായ പുകയെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സം. അഗ്നിശമന സേനയിലെ 3 യൂണിറ്റുകളെത്തി തീ നിയന്ത്രണ വിധേയമാക്കി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് 5 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പിലേക്ക്. 13 സീറ്റുകളിലേക്കുള്ള മത്സരത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. നിലവിൽ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ. ഷൊർണൂരിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി. കൊച്ചിൻ പാലത്തിന് സമീപം 70 വയസ്സ് തോന്നിക്കുന്ന വയോധികന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വാർത്ത രാത്രി 9 മണിക്ക്. നമസ്കാരം.